വെൽക്കം ടു ബോധി ടെക്നിക്കൽസ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്തായാലും ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, നമ്മൾ അടിപൊളി ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. നാടൻ രീതി, വലിയ സംഭവങ്ങളായിട്ടൊന്നുമല്ല. നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യാവുന്ന സാധാരണ റെസിപ്പീസ് വെച്ചിട്ട് ഒരു നാടൻ ഗ്രിൽഡ് ചിക്കൻ ചെയ്യുന്നത് നമ്മുടെ ഈ പറമ്പിലൊക്കെ തന്നെയാണ്, നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ചേർന്ന്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അത് നമ്മൾ ചിക്കൻ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് മേടിച്ചേക്കുന്നത്. കാരണം നമ്മളിതൊരു അൽഫാം മോഡലിൽ അത്യാവശ്യം വലുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഗ്രിൽഡ് ചിക്കനായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ വലിയ പീസായിട്ടൊക്കെ വെട്ടി മേടിച്ചേക്കണേ. നമുക്ക് ഇതിൽ വലുതൊക്കെ എടുത്തിട്ട് ചെറുതൊക്കെ മാറ്റി വയ്ക്കാം, ചെറുതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വയ്ക്കാം. അല്ലെങ്കിൽ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ താഴ്ത്തിക്ക് പോയാലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇനി ഒരു പ്രാവശ്യം നല്ല കേട്ടോ, ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം. ജസ്റ്റ് ഒന്ന് തരി വെള്ളം ഒഴിച്ച് കഴുകാം. അല്ലെങ്കിൽ നമുക്ക് കണ്ടോ ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ നെയ്യിൻ്റെ പോർഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയുക. എത്രയും നന്നായിട്ട് കഴുകുന്നു അത്രയും നല്ലത്. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഒരു ചൂടുവെള്ളത്തിൽ കഴുകിയതാണ്, രണ്ടാമത് കഴുകണതാണ് ഇത്. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസാണ്. ഈ നെയ്യൊക്കെയാണ് നമുക്ക് ആദ്യം എടുത്ത് കളയേണ്ടത്. നമുക്ക് ഇറച്ചി പോർഷൻ മാത്രം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇതിലൊക്കെ നമുക്ക് വരിയിടണം. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇത് കഴുകണം. ഞാനിപ്പോൾ ഇത് എല്ലാം കഴുകണത് ഇതിൽ കാണിക്കുന്നില്ല. മെയിനായിട്ട് ഒരു പ്രാവശ്യം ജസ്റ്റ് ഇങ്ങനെ സാമ്പിളായിട്ട് കാണിക്കണുള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം 2-3 പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി. നമുക്ക് ഈ മസാല നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞ് വയ്ക്കാം. അതാകുമ്പോൾ ആ മസാല കറക്റ്റായിട്ട് അതിൽ പിടിച്ചോളും. അപ്പോൾ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം, എന്നാലാണ് നമ്മുടെ മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. ആ ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മസാല നന്നായി പിടിക്കണം. അപ്പം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ഈ മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. നമുക്ക് മസാലയുടെ കാര്യങ്ങൾ നോക്കി നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. മുളക് പൊടി നമുക്ക് ഓരോരുത്തരും എരിവിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. കാശ്മീരി ചില്ലി കിട്ടിയില്ല, കാശ്മീരി ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കളർ കിട്ടും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അധികം ഇട്ട് കഴിഞ്ഞാൽ ഒരു കുത്തൽ വരും. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അധികം വേണ്ട. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ശരിക്കും പറഞ്ഞാൽ പൊടിച്ചെടുക്കുന്നതാണ് ശരിക്കും നല്ലത്. നമുക്ക് അതിനൊരു ടൈം ഇല്ലാത്ത കാരണം ഞാൻ ഗരം മസാല പൗഡറാണ് മേടിച്ചേക്കണേ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ ചേരുവകൾ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്താലും നമുക്ക് അതിനനുസരിച്ച് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. നമുക്ക് ആദ്യം ജസ്റ്റ് ഈ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തൈര്. ഈ തൈര് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മിക്സ്ചർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ട. അത്യാവശ്യം കട്ടിയുള്ള തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. അധികം ലൂസാവരുത്. ഓവറായിട്ട് ലൂസായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. കറക്റ്റ് ഇതേ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നമ്മൾ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഇഞ്ചി വെളുത്തുള്ളി കൂടിയിട്ടുള്ള പേസ്റ്റ്. അപ്പോൾ നമുക്ക് കുറച്ച്, ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് കുറച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ പക്ക മിശ്രിതം. എന്നിട്ട് നമ്മുടെ മിക്സ്ചർ നന്നായിട്ട് നമ്മുടെ എല്ലാ പീസിലും പുരട്ടിയെടുക്കണം. ഇതിൽ നമ്മളിങ്ങനെ ഇറച്ചിയും ഇങ്ങനെ വാരിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാല ഇറക്കി കൊടുക്കണം. കാരണം അങ്ങനെ ആ വേവുന്ന സമയത്ത് കറക്റ്റായിട്ട് എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. മാത്രമല്ല ഇത് നമ്മളിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 1/2-3 മണിക്കൂറോളം, ഏകദേശം 1 മണിക്കൂറോളം വെച്ചാൽ അത്രയും നല്ലത്. മിനിമം ഒരു 3/4 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഇത് പിടിക്കാൻ വെക്കണം. എന്നാലാണ് ആ മസാലയൊക്കെ ശരിക്കും ഇറച്ചിയിലേക്ക് പിടിക്കുള്ളൂ. പിന്നെ കുറച്ച് ശേഷം ഇങ്ങനെ കട്ടിയിലെടുത്തിട്ട് ആ പോടുകളിലേക്കൊക്കെ നല്ലോണം ഇതുപോലെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സാധനമൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3/4 മണിക്കൂർ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അടുപ്പല്ല, നമ്മുടെ ഗ്രില്ലിൻ്റെ സെറ്റപ്പ്. നമ്മളൊരു വെറൈറ്റി ഗ്രിൽഡാണ് ഇന്ന് ചെയ്യണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു ജനറേറ്റർ വണ്ടിയാണ്. അതുമ്പോൾ നമ്മൾ നൈസായിട്ടത്
കമ്പിയൊക്കെ കറക്റ്റായിട്ട് കെട്ടിയിട്ടുണ്ടാക്കി അടിപൊളി ഗ്രില്ലാക്കിയിട്ടുണ്ട്. നമ്മൾ കനലിൽ ശരിയാകാൻ വേണ്ടി ഇപ്പോൾ അതേ തീയിട്ടേക്കാണ്, ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ചിരട്ടക്കനലൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ചിങ്ങനെ നന്നായി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മുകളിൽ കൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. പിഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി അത് മറച്ചിട്ട് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൊണ്ട് വെക്കുക. ആദ്യമേ തന്നെ നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മസാല പിടിച്ചതിന് ശേഷം അതിന് മുകളിൽ കൂടെ ചെയ്താൽ മതി. എന്നാൽ ശരിക്കും നമുക്ക് ഇതുപോലെ ഇങ്ങനെ കത്താൻ പാടില്ല, അതൊന്ന് കത്തി ഒതുങ്ങണം. നമുക്ക് കനലിൽ നിന്നിട്ട് വേണം വേവാൻ. അതന്നെ പിള്ളേർ പറഞ്ഞേട്ടാ, കനലിൽ നിന്നിട്ട് വേണം സാധനം വേവാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരോ പീസുകളായിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഗ്രില്ലിൻ്റെ മുകളിൽ എടുത്ത് വയ്ക്കുക. നന്നായി ചൂടായിട്ടുണ്ട്, ഇപ്പോൾ കനലൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ക്യാമറ ആയ കാരണം ഈ നൈറ്റ് ആയപ്പോഴുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് വീഡിയോ ക്വാളിറ്റിയിലുണ്ട്, നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഗ്രില്ലിലൊക്കെ ഇറച്ചിയൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ നൈറ്റ് വൈബിലിരുന്ന് കഴിക്കണം, അല്ലാണ്ട് ചെയ്തു വന്നപ്പോൾ ഈ ടൈപ്പ് ഇതൊന്നല്ല കേട്ടോ. എന്തായാലും നന്നായിട്ട് വേവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിത് അടിഭാഗം എന്ത് കഴിഞ്ഞാൽ ഒന്ന് മറച്ചിട്ടിട്ട് സെറ്റാക്കാം. ഇതിലെപ്പോഴും നമ്മൾ തീ കത്താണ്ട് ശ്രദ്ധിക്കണം കേട്ടോ, ആ ആവിയിൽ തന്നെ വേവണം. ശരിക്കും ഇങ്ങനെ നന്നായി വെന്ത് എന്തായാലും കനൽ സെറ്റാണ്. നമുക്കിത് വേവണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐറ്റത്തിൻ്റെ രണ്ട് സൈഡ് വെന്തു കേട്ടോ. നമുക്ക് ആ വെന്ത പീസൊന്ന് എടുത്ത് മാറ്റാം. അതൊക്കെ ടേസ്റ്റ് ചെയ്യണൊരു പ്രക്രിയയും കൂടി ഇനി ബാക്കിയുണ്ട്. സംഭവം ആവിൽ വെള്ളം വരുന്നുണ്ട്, എന്നാലും നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ചൂടാറാനൊക്കെ വെച്ചേക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഡെക്കറേഷനൊക്കെ വേണ്ടി കുറച്ച് സബോളയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറുനാരങ്ങയൊക്കെ നൈസായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് സെറ്റപ്പാക്കി വെക്കാം. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. വിരീഷേ വാ കഴിച്ചേക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം, പൊളി സാധനം. അപ്പോൾ നമ്മുടെ ഒരു പരീക്ഷണമായിരുന്നു, അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. ഞാനുണ്ടാക്കിയതൊന്നും പറയില്ല, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. നമുക്ക് പിള്ളേർ കുറച്ചെടുക്കാറുണ്ട്. വേടാ അൽബി, മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുനാരും കൊണ്ട് ഒഴിച്ചപ്പോഴാണ് ടേസ്റ്റ് വന്നത്. സൂപ്പർ. അപ്പോൾ സംഭവം നമ്മുടെ ചിക്കൻ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു, ഉള്ളിൽ വേവുമോ എന്നുള്ള കഥ. കാരണം ഇതിങ്ങനെ ആവിയിലാണല്ലോ നമ്മൾ വേവിക്കുന്നത്, അപ്പോൾ കനൽ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ തീ കത്തിക്കാനും പറ്റില്ല, തീ കത്തിച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം ഇങ്ങനെ കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ മാക്സിമം കനലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്ന, ഞാൻ പറഞ്ഞല്ലോ, ആകെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നിസ്സാര സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസ് ഇനി ലഭിക്കുന്നതിനായി ബോധി ടെക് ആൻഡ് ക്രാഫ്റ്റ്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ വിനിയോഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ബോധിഷ്.